ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഈദ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈദിൻ്റെ അന്ന് തലേന്ന് തന്നെ ഞങ്ങൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. കാരണം പിറ്റേന്ന് രാവിലെ തന്നെ ചിലപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തലേന്ന് തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിനുശേഷം ഇക്കാക്ക മറ്റേ കമ്പത്തിരി മത്താപ്പോ സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും തലേന്ന് ഇതൊക്കെ പൊട്ടിക്കണത് കാണാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പിറ്റേ ദിവസം ഇത്താത്തയും പിള്ളേരും വരും ഈദിൻ്റെ അന്ന്. അപ്പം അന്ന് രാത്രിയിലത്തേക്ക് കത്തിക്കാനുള്ളതൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുകയാണ്. പകുതി ഇന്നത്തേക്കും പകുതി പെരുന്നാളിൻ്റെ അന്ന് രാത്രിയിലത്തേക്കുമായിട്ട് എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ വീടിനപ്പുറമുള്ളവരൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ കത്തിക്കലൊക്കെ. അപ്പോൾ അതൊക്കെ കത്തിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കലാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിറ്റേന്ന് രാവിലത്തേക്കുള്ള ഫുഡൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കലാണ് പതിവ്. കാരണം രാവിലെ തന്നെ മക്കളെ എഴുന്നേൽപ്പിക്കലും അവരൊരുക്കലും, പള്ളിയിൽ 8 മണിക്കാണ് നിസ്കാരം. അപ്പോൾ അതിനുള്ളിലെല്ലാം ചെയ്ത് തീരണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ അവർക്കുള്ള രാവിലത്തേക്കുള്ള ഫുഡൊക്കെ തലേന്ന് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്ത് ഞാനും ഇത്താത്തയും കൂടെ. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ആദ്യം ഇക്കാക്കമാരും പിന്നെ മോനും കൂടെ പള്ളിയിലേക്ക് പോവുകയാണ്. വാപ്പച്ചി നേരത്തെ തന്നെ പോകും. അപ്പോൾ ഇവർ പള്ളിയിലേക്ക് പോയതിന് ശേഷമാണ് ഞാൻ മോളെ എണീപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് മോളെ റെഡിയാക്കുകയാണ്. മോളെ റെഡിയാക്കിയതിന് ശേഷം ഞാനൊക്കെ റെഡിയായി. പിന്നെ അവർ പള്ളിയിൽ നിന്നൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഒരുങ്ങി പുറത്ത് ഫോട്ടോഷൂട്ടിനായിട്ട് ഇറങ്ങും കേട്ടോ. അങ്ങനെ മക്കളെയും എന്നെയും ഒക്കെ ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത്താത്തയും പിള്ളേരൊക്കെ ഉച്ചക്കാലത്തേക്ക് വരും. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ വീട്ടിൽ പോകാനായിട്ട് ഇതാണ്. അപ്പോൾ അതിനു മുമ്പ് ഇത്താത്തയും പിള്ളേരൊക്കെ വരണേക്കാൻ മുമ്പ് ഇന്ന് ബീഫ് ബിരിയാണിയാണ്, അത് ഉണ്ടാക്കണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ അന്നത്തെ ദിവസം വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ ആണ് ഇത്, ഫുഡൊക്കെ കഴിക്കണം. അത്രയൊക്കെ ഉള്ളൂ വീഡിയോ.